70-80 വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് വെച്ച പാത്രമെടുത്ത കൊച്ചുമക്കൾ അതിനകത്ത് കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പോയി. എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച? നമുക്ക് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഗുജറാത്തിലെ വിഞ്ചിയ എന്ന ചെറിയ ഗ്രാമം. അവിടെയാണ് 38 വയസ്സുള്ള ഹമ്മു മക്വാനയും അയാളുടെ ഭാര്യ ഹൻസിയ മക്വാനയും ജീവിച്ചിരുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. 12ഉം 13ഉം വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഗുജറാത്തിലെ തന്നെ രാജ്കോട്ടിലാണ് ഈ ഒരു ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഗ്രാമത്തിന് കരകൗശല നിർമ്മാണത്തിന് വലിയ പേരാണുള്ളത്. മക്വാന കുടുംബവും കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2-3 പശുക്കളും കാളകളും സ്വന്തമായി നിലവും ഫാമും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. ഇവർക്കൊപ്പമാണ് ഹമ്മുവിൻ്റെ വയസ്സായ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. 70-80 വയസ്സുണ്ടായിരുന്നു ഹമ്മുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഇവരുടെ 2 മക്കളും തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂൾ വിട്ട് വന്നാൽ 2 കുട്ടികളും തൊട്ടടുത്തുള്ള കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോകുന്നതാണ് പതിവ്. ഏറെ നേരം കളിച്ചാലും ഹമ്മുവും ഹൻസിയും മക്കളെ നിയന്ത്രിക്കാനൊന്നും പോകില്ല. പിള്ളേരല്ലേ എന്ന് വെച്ച് അങ്ങ് വിട്ടയക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയമാവുമ്പോൾ മാത്രം മക്കളൊപ്പം കാണണമെന്നത് ഇവർക്ക് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. അതിന് കാരണം ഈ ദമ്പതികൾ ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു. ഇവർ താമസിക്കുന്നതിന് ചുറ്റോടു ചുറ്റും കർഷകരാണ്. മിക്ക വീടുകളും മണ്ണും ഇഷ്ടികയും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. പശുവിനെയും കാളയെയും കെട്ടാനുള്ള ഓരോ ഷെഡും എല്ലാ വീടിനോട് ചേർന്ന് ഉണ്ടായിരുന്നു. ഇവരുടെ ബന്ധുക്കളും ചുറ്റോട് ചുറ്റും ഉണ്ടായിരുന്നു. മാത്രമല്ല ഹൻസയുടെ സഹോദരൻ തൊട്ടടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത്. അയാളും ഭാര്യയും മക്കളുമായിട്ടാണ് താമസിച്ചിരുന്നത്. മാമനോടാണ് ഹമ്മുവിൻ്റെയും ഹൻസയുടെയും മക്കൾക്ക് ഏറെ ഇഷ്ടം. എല്ലാ കുടുംബത്തിലും ഒരു ഫേവറേറ്റ് ഒരു കുട്ടിക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഈ കുട്ടികൾക്ക് മാമനെയാണ് ഏറെ ഇഷ്ടം. 2023 ഏപ്രിൽ 13 രാത്രി ആയപ്പോൾ മക്കൾ ഇവരോട് പറയുകയാണ്, ഞങ്ങൾ ഇന്ന് മാമൻ്റെ വീട്ടിൽ പോയി ഉറങ്ങിക്കോളാമെന്ന്. ഇത് ഹമ്മു ഹൻസുവിൻ്റെ സഹോദരനോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് അതിനെന്താ ഇങ്ങ് കൊണ്ടാക്കിയേക്ക് എന്നായിരുന്നു സന്തോഷത്തോടെ പറഞ്ഞത്. അങ്ങനെ രാത്രി ഈ കുട്ടികളെ മാമൻ്റെ വീട്ടിലാക്കാൻ ഹമ്മു പോകുന്നു. വീടിൻ്റെ മുറ്റത്തെത്തിയതും കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഓടി വീട്ടിലേക്ക് കയറി. കുറച്ചു നേരം ഹമ്മു ആ വീട്ടിലുള്ളവരോടൊക്കെ സംസാരിച്ചിരുന്ന ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അന്ന് രാത്രി അങ്ങനെ അങ്ങ് കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ കുട്ടികൾ മാമൻ്റെ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഉച്ചവരെ അവിടെ കളിച്ചുകൊണ്ടൊക്കെ നിന്നിട്ട് ഉച്ചഭക്ഷണം വീട്ടിൽ പോയി കഴിക്കാം എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഉച്ചഭക്ഷണം കഴിക്കാൻ വന്ന കുട്ടികൾ വീടിനകത്ത് അച്ഛനെയും അമ്മയും കണ്ടില്ല. മുത്തച്ഛനോടും മുത്തശ്ശിയോടും അച്ഛനമ്മമാരെ തിരക്കിയപ്പോൾ അവരും നേരം വെളുത്തിട്ട് ഇതുവരെയും അവരെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒരു മൊന്തയിൽ അടച്ചു വച്ചിരിക്കുന്നത് മാത്രമാണ് ആ വൃദ്ധർക്ക് അന്ന് കിട്ടിയ ആകെയുള്ള ഭക്ഷണം. സാധാരണ പകല് പലഹാരം ഉണ്ടാക്കി വച്ച ശേഷം വയലിൽ പോയിട്ട് ഉച്ചയ്ക്ക് വന്ന് ഹൻസിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അന്ന് ഉച്ചയായിട്ടും ഇവർ വന്നിട്ടില്ല. ഈ 2 കുട്ടികളും എല്ലായിടത്തും അച്ഛനമ്മമാരെയൊക്കെ തിരഞ്ഞു നടക്കുകയാണ്. ഒടുവിൽ അവർ ജോലി ചെയ്യുന്ന കൃഷിസ്ഥലത്തും പോയി. അവിടെ എങ്ങും അവരെ കണ്ടില്ല. അപ്പോഴാണ് വയലിൻ്റെ അപ്പുറത്ത് ഒരു 7 അടി പൊക്കമുള്ള ഒരു മതിൽ ഈ കുട്ടികൾ കാണുന്നത്. അവിടെ പ്ലാസ്റ്റിക് ബാഗുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൂടാരം കണ്ടു. ആ കൂടാരത്തിൽ അച്ഛനമ്മമാർ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് ഈ കുട്ടികൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അതെന്തെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ അച്ഛൻ അവരോട്, അതായത് ഹമ്മു അവരോട് പറഞ്ഞത് വയലിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ട് ഒതുക്കി വയ്ക്കുന്നതാണ് എന്നാണ്. അച്ഛനമ്മമാരെ തിരഞ്ഞ് അതിനകത്ത് ആദ്യമായി കയറിയ ആ കുട്ടികൾ അന്ന് അവിടെ കണ്ടത് മറ്റു ചില കാഴ്ചകളായിരുന്നു. ശിവനെ ആരാധിക്കാനായിട്ട് ഒരു ചെറിയ ക്ഷേത്രം അവിടെ കെട്ടിയിരുന്നു. മാത്രമല്ല ഹോമങ്ങൾ നടത്താൻ വേണ്ടി ഹോമകുണ്ഡവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്ക് ഒരു അത്ഭുതം കണ്ടതുപോലെയാണ് തോന്നിയത്. ആ ഹോമകുണ്ഡവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കവെയാണ് ഹോമകുണ്ഡത്തിന് ചുറ്റും പൂമാലയും പഴവർഗ്ഗങ്ങളുമൊക്കെ വിതറിയിട്ടിരിക്കുന്നത് കുട്ടികൾ കണ്ടത്. അത് മാത്രമല്ല ഇതൊന്നും കൂടാതെ വിചിത്രമായ മറ്റൊരു സാധനവും ആ കുട്ടികൾ അവിടെ കാണുകയാണ്. അത് ഗില്ലറ്റിനായിരുന്നു. ഈ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞാൽ ചിരഛേദനം ചെയ്യാനുള്ള ഒരു യന്ത്രമാണ്.
ഇത് ഹമ്മുവും ഹൻസയും ചേർന്ന് സ്വയം നിർമ്മിച്ചതും കൂടെയായിരുന്നു. ആ ഗില്ലറ്റിൻ്റെ അടുത്തായിട്ട് 2 കൈകൊണ്ട് വലിക്കാൻ വേണ്ടി ഒരു കയറ് വലിച്ചു കെട്ടിയിരുന്നു. ഈ കാഴ്ചകൾ കണ്ടുനിന്ന കുട്ടികൾ മറ്റൊരു കാഴ്ച കൂടി അവിടെ കാണുകയാണ്, അവരുടെ അച്ഛനമ്മമാരെ. പക്ഷേ ആ കണ്ട അച്ഛനമ്മമാർക്ക് ജീവനില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. തല വേർപെട്ട നിലയിൽ ഹമ്മുവും ഹൻസയും അവിടെ കിടക്കുകയാണ്. ഇത് കണ്ട കുട്ടികൾ അലമുറയിട്ട് വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടി. ഇവരുടെ വിളി കേട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടുകയാണ്. നാട്ടുകാരും ഈ കാഴ്ചകളൊക്കെ കണ്ട് സ്തംഭിച്ച് നിന്ന് പോയി. അവിടെ ആ കുട്ടികളുടെ മാമനും ബന്ധുക്കളും എല്ലാം എത്തി, പോലീസും എത്തി. അപ്പോൾ ബന്ധുക്കൾക്ക് ശവശരീരത്തിനടുത്ത് നിന്നും ഒരു കത്ത് കിട്ടുകയാണ്. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ മരണത്തിന് ഞങ്ങൾ മാത്രമാണ് ഉത്തരവാദി, ആരെയും അതിൽ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ അച്ഛനമ്മമാരെയും കുട്ടികളെയും ഏറ്റെടുക്കണം. ഇത് വായിച്ചതോടെ ബന്ധുക്കൾക്കും സ്ഥലത്തെത്തിയ പോലീസിനും ഇത് ഇവർ സ്വയം വിളിച്ചു വരുത്തിയ മരണമാണെന്ന് മനസ്സിലായി. എന്നാലും പോലീസ് ഇവരെന്തിനാണ് ഈ ഒരു മണ്ടത്തരം ചെയ്തതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹമ്മുവിൻ്റെ മാതാപിതാക്കൾ പോലീസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ ദമ്പതികൾ കടുത്ത അന്ധവിശ്വാസികളായിരുന്നു. ദൈവവിശ്വാസത്തിൽ നിന്നും ഇവർ അന്ധവിശ്വാസത്തിലേക്കാണ് പോയത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് മാതാപിതാക്കളുടെ ഭക്ഷണത്തിലും പാനീയത്തിലുമെല്ലാം ഭസ്മമിട്ട് കൊടുത്തിരുന്നു. ഹൻസ അവസാനം കുടിക്കത്ത് വച്ചിട്ട് പോയ ആ ഉപ്പിട്ട കഞ്ഞിവെള്ള പാത്രത്തിലും ഭസ്മമിട്ടിട്ടാണ് പോയത്. ആ കഞ്ഞിവെള്ളം കുടിച്ച പാത്രത്തിനകത്ത് ഹൻസയുടെ മക്കൾ ഭസ്മം ഉറഞ്ഞിരുന്നത് കണ്ടിരുന്നു. മാത്രമല്ല മാതാപിതാക്കളുടെ തലയിണയ്ക്കടിയിലും മറ്റും തകിട് പോലെയുള്ള ചിലത് ജപിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്ക് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് പറയാം. ഇവർ ഈ ഗില്ലറ്റിനകത്ത് തല വച്ച ശേഷം കുനിഞ്ഞിരുന്നു കൊണ്ട് അതിൽ കെട്ടിയിരുന്ന കയറ് വലിച്ചു. അപ്പോൾ ആ ഒരു ഗില്ലറ്റിലുണ്ടായിരുന്ന കത്തി കറക്റ്റ് അവരുടെ തലയിലേക്ക്, അതായത് ആ യന്ത്രം വർക്കായി ഇവരുടെ തലയിൽ കറക്റ്റായിട്ട് വന്ന് പെടുകയാണ്. അങ്ങനെ തല കട്ടായി ഹോമകുണ്ടത്തിലേക്ക് തെറിച്ചു വീണു. ഇതാണ് ശരിക്കും നടന്നത്. ഇവർ ഇത് മനഃപൂർവ്വം ചെയ്തതുമാണ്. ഇവരിങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ചില പൂജകളൊക്കെ അവിടെ നടത്തിയിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. മോക്ഷത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്തതെന്ന് ഒരു കൂട്ടം ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് അവിടെ ചില സംസാരങ്ങൾ നടന്നത്. ചിലരാകട്ടെ പറഞ്ഞത് മക്കൾക്ക് നല്ലതിന് വേണ്ടിയിട്ട്, അവരുടെ ഭാവിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ആ അച്ഛനമ്മമാർ ത്യാഗം ചെയ്തതാണ് എന്നാണ്. എന്തു തന്നെ ആയാലും അവർ മക്കൾക്ക് കടുത്ത ശിക്ഷയാണ് കൊടുത്തത് എന്നാണ് പോലീസ് ഈ കേസിൽ പറഞ്ഞത്. അത് ശരിയാണ്. ജീവിതകാലം മുഴുവൻ അച്ഛനമ്മമാരില്ലാതെ ആ കുഞ്ഞു മക്കൾക്ക് മറക്കാനാവാത്ത ഒരു ഓർമ്മയെന്ന ശിക്ഷയാണ് അവർ കൊടുത്തിട്ട് പോയത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.